വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള യു.ഡി.എഫിന്റെ യോഗം ഇന്ന് മദ്യനികുതി, പി.എം. ശ്രീ, വിഴിഞ്ഞം ഓഹരി കൈമാറ്റവും അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായേക്കും. ബോർഡ് കോർപ്പറേഷൻ വിഭജനത്തിന് ഉപസമിതിയെ നിയമിക്കാൻ സാധ്യത. വിവരങ്ങളുമായി ബിനിൽ ലീല സാബുവാണ് ചേരുന്നത്. ബിനിൽ, ഏറെ നിർണായകമാണ് ഇന്നത്തെ യോഗം. കാരണം പറഞ്ഞതുപോലെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് യു.ഡി.എഫിന്റെ യോഗം. ഇതിനിടയിൽ ഒരുപാട് വിവാദങ്ങളും ചർച്ചയാകേണ്ട വിഷയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം ഈ കക്ഷികൾ അവരുടെ അഭിപ്രായം തേടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബോർഡ് കോർപ്പറേഷൻ നിയമനങ്ങളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് യോഗം ഇന്ന് നടക്കുക? സ്വാതി, രാവിലെ 11 മണിക്കാണ് യു.ഡി.എഫിന്റെ യോഗം തുടങ്ങുക. ക്ലിഫ് ഹൗസിലാണ്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് യോഗം ചേരുന്നത്. അവിടേക്കാകും മുന്നണിയിലെ നേതാക്കളൊക്കെ എത്തിച്ചേരുക. ഈ സർക്കാർ അധികാരത്തിലേറിയിട്ട് 2 മാസം പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷമാണ് ഔദ്യോഗികമായ പൂർണ്ണ അർത്ഥത്തിലുള്ള ഒരു യോഗം ചേരുന്നത്. ഇതിനു മുമ്പ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഒരു യോഗമാണ് ചേർന്നത്. പക്ഷേ അതിലൊന്നും കാര്യമായി ചർച്ച ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുക. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട അജണ്ട ബോർഡ് കോർപ്പറേഷൻ വിഭജനമാണ്. അതായിരിക്കും പ്രധാനമായും ചർച്ചയായി ഉയർന്നു വരിക. അതിലേക്ക് ഒരു വിഭജനം പൂർണ്ണ അർത്ഥത്തിൽ ഇന്നുണ്ടാകില്ല. അവരുടെ ഉപസമിതിയെ തീരുമാനിക്കാനാണ് സാധ്യതയുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പല തർക്കങ്ങളും ഇതിൽ ഉയർന്നു വന്നേക്കാം. നേരത്തെ കഴിഞ്ഞ യു.ഡി.എഫ് സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു 2011-ൽ. അന്നും വളരെ അധികം നീണ്ടുപോയിരുന്നു ഈ ബോർഡ് കോർപ്പറേഷൻ വിഭജനമൊക്കെ. അവിടെയും തർക്കങ്ങൾ പലതുണ്ടായിരുന്നു. ഇത്തവണയും ആ തർക്കങ്ങളൊക്കെ പഴയ മുന്നണി സംവിധാനമല്ല ഇപ്പോഴുള്ളത്. ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സീറ്റുകളിൽ, മത്സരിക്കുന്ന സീറ്റുകളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്ത കക്ഷികളുണ്ട്. അതോടൊപ്പം മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ വേണ്ടെന്ന് വെച്ച മാറ്റി നിർത്തപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. മാനസിക ഉൾപ്പെടെയുള്ള ആളുകൾ അത് തുറന്നു പറയുകയും ചെയ്തതാണ്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ കൃത്യമായി പരിഗണിച്ച് വേണം, ആ പാർട്ടികൾ, ചെറു പാർട്ടികളൊക്കെ പരിഗണിച്ച് വേണം മുന്നോട്ട് പോകാൻ. അതൊക്കെ പരിശോധിക്കുമ്പോൾ തർക്കങ്ങളും അത് കോൺഗ്രസിന് ഒരു തലവേദനയായി തന്നെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു ഉപസമിതിയെ ഇക്കാര്യത്തിൽ പ്രത്യേക കമ്മിറ്റിയെ തീരുമാനിക്കണം എന്നുള്ള ഒരു അഭിപ്രായം ഇന്നത്തെ യോഗത്തിൽ കൊണ്ടുവരാൻ നേതാക്കളൊക്കെ ശ്രമിക്കുന്നത്. അങ്ങനെ ഘടകകക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെട്ട ഒരു സമിതി ഉണ്ടെങ്കിൽ ചർച്ച അവിടെ പൂർത്തിയാക്കി വീണ്ടും അത് യു.ഡി.എഫിന്റെ മുന്നണി യോഗത്തിൽ, ആ യോഗത്തിൽ അവതരിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും വളരെയധികം ഈ ചർച്ചകൾ നീണ്ടുപോയതാണ്. ഈ സർക്കാരിന്റെ കാലത്തും ബോർഡ് കോർപ്പറേഷൻ ചർച്ചകൾ നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. എങ്കിൽ പോലും അധികം നീളാതെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തന്നെയാണ് നേതാക്കൾ ഇന്നത്തെ യോഗത്തിൽ അഭിപ്രായപ്പെടുക. നിലവിൽ മറ്റ് വിഷയങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വരും. ഈ സർക്കാർ, വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പല വിവാദ വിഷയങ്ങളും ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റമാണ്. മുൻ സർക്കാരിന്റെ മേൽ ചാരിയെങ്കിലും അതിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. അതും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. മറ്റൊന്ന് പി.എം. ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നടപ്പിലാക്കും എന്നുള്ളത് തന്നെയാണ് ഈ സർക്കാരിന്റെ നിലപാട്. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. മുൻ സർക്കാർ പണം വാങ്ങി എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് അതിലും ഒരു ഉപസമിതിയെ, മന്ത്രിതല ഉപസമിതിയെ തീരുമാനിച്ചതാണ്. അതിലും ചില മന്ത്രിമാർക്ക്, എം ലിജുവിന് ഉൾപ്പെടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്തതാണ്. ഈ ഉൾപ്പെടെയുള്ള കക്ഷികൾ ഈ വിഷയം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവാണ്. ബജറ്റിൽ ആ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ വലിയ എതിർപ്പ് പല ഭാഗങ്ങളിൽ നിന്നുണ്ടായി. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് ഈ സർക്കാർ ചെയ്തത്. പക്ഷേ അത് നടപ്പിലാക്കുന്ന കാര്യം മുന്നണിയിൽ ആലോചിക്കും എന്നാണ് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മുന്നണിയിൽ ഏത് രീതിയിലാകും അത് വരിക എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിവേഗ റെയിൽ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതും മുന്നോട്ട് പോകും എന്ന് സർക്കാർ അറിയിച്ചതാണ്. അതും ഇന്നത്തെ യോഗത്തിൽ പ്രധാനപ്പെട്ട ഈ വിഷയങ്ങളൊക്കെയാണ് യോഗത്തിൽ ചർച്ചയായി ഉയർന്നു വരിക. ഏറ്റവും പ്രധാന അജണ്ട എന്ന് പറയുന്നത് ബോർഡ് കോർപ്പറേഷൻ വിഭജനമാണ്. അതൊരു കീറാമുട്ടിയും മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എങ്കിൽ പോലും അധികം തർക്കങ്ങളില്ലാതെ, വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഈ സർക്കാരിന് മുന്നിലുള്ള വലിയ കടമ്പ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനമാണ്. അതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും അതോടൊപ്പം മുസ്ലിം ലീഗും കണ്ടുവച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് അത് ചോദിക്കുന്നത് എം.കെ. മുനീറിന് വേണ്ടിയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പി.ജെ. ജോസഫിനെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അവിടെ മാണി സി കാപ്പനും ചില ആവശ്യങ്ങളുമായി മുന്നോട്ടുണ്ട്. അതോടൊപ്പം ഫോർവേഡ് ബ്ലോക്കിന്റെ ജി ദേവരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചില ആവശ്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. 11 മണിക്കാണ് ക്ലിഫ് ഹൗസിൽ യോഗം തുടങ്ങുക. ഓക്കെ വിനിൽ, എന്തായാലും 11 മണിക്കാണ് ക്ലിഫ് ഹൗസിൽ യോഗം ചേരുന്നത്. ഇതുപോലെ ഒരുപാട് ആവശ്യങ്ങളൊക്കെ മുന്നണിയിൽ പലതരത്തിൽ ഉയരുന്നുണ്ട്. ആ ആവശ്യങ്ങളൊക്കെ ഏത് രീതിയിൽ അംഗീകരിക്കും, അതുപോലെ ഒരുപാട് വിഷയങ്ങൾ ചർച്ചയാകേണ്ടതടക്കം ഉണ്ട്. ഏറെ നിർണായകമായിട്ടുള്ള യോഗം തന്നെയാണ് ഇന്ന് 11 മണിക്ക് ചേരുന്നത് ക്ലിഫ് ഹൗസിൽ. ആ വിവരങ്ങളാണ് ബിനിൽ നൽകിയത്.